ബാക്കിയുണ്ട്. എന്താണേലും 6-ാം നൂറ്റാണ്ടിലെ മതക്കാരല്ല പിടിച്ചത്, അതുകൊണ്ട് പ്രശ്നമല്ല. പിന്നെ ജയ് വിളിച്ചത് ഹല്ലേലൂയ ജയ ശ്രീരാം എന്നുമാണ്. അവിടെ അള്ളാഹു അക്ബർ വരാത്തത് കൊണ്ട് ഈ മതക്കാർ ഇപ്രാവശ്യം ജസ്റ്റ് ഒന്ന് എസ്കേപ്പ് ആയിട്ടുണ്ട്. ആരും പേടിക്കേണ്ട, ടെൻഷനൊന്നും അടിക്കേണ്ട. ഇത് അവന്മാരായിക്കോളും. ഏതായാലും നമ്മുടെ നാട്ടിലെ കാസാകൂസകളും ക്രിസംഗികളും അവരെല്ലാവരും കൂടെ ഒത്തുതീർപ്പായിക്കോട്ടെ. ഏതായാലും 6-ാം നൂറ്റാണ്ടുകാരുണ്ടല്ലോ, നിങ്ങളൊന്ന് ഇച്ചിരി മാറി നിന്നേക്ക്. ഈ പ്രാവശ്യം കോട്ടലെ കളി ഇടി പിടി എല്ലാം നമ്മുടെ സംഘിക്കുട്ടന്മാർ, നമ്മുടെ ക്രിസംഗിക്കുട്ടന്മാരുടെ മണ്ടക്കും ആസനത്തിലോട്ട് കുത്തട്ടെ. നല്ല രസമുള്ള ഇൻട്രസ്റ്റിംഗ് ന്യൂസാണ്, കേട്ടു നോക്ക്. ഛത്തീസ്ഗഡിലെ ദുർഗിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് 2 മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു എന്നൊരു വാർത്ത വരുന്നുണ്ട്. കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവക സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, അങ്കമാലി എളവൂർ ഇടവക സിസ്റ്റർ പ്രീതി മേരി എന്നിവരാണ് അറസ്റ്റിലായത്. നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തും നടത്തുകയാണെന്ന് ആരോപിച്ച് ബജ്രംഗ് ദൾ പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിൽ പ്രതിഷേധമുയർത്തുകയായിരുന്നുവെന്ന് ക്രൈസ്തവ സംഘടനകൾ ആരോപിക്കുന്നു. നോബൽ മാരിക്കാരനോട് കൂടുതൽ വിവരങ്ങളുമായി. നോബൽ, ഈ സിസ്റ്റർമാർ ഇപ്പോൾ എവിടെയാണുള്ളത്? പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയോ അവരെ? അരുൺ, നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സിസ്റ്റർമാർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഉള്ളത് എന്നുള്ളതാണ്. ഇന്ന് വൈകിട്ടാണ് ഛത്തീസ്ഗഡിലെ ദുർഗിൽ ഈ സംഭവം ഉണ്ടാകുന്നത്. 2 പേർ, അതായത് ഈ പോലീസ് കസ്റ്റഡി അല്ല കേട്ടോ വേണ്ടത്, അല്ല NIA-യോ ED ഒക്കെ വരട്ടെ. അങ്ങനെ ആകുമ്പോൾ ഈ കേസിനൊരു സ്ട്രോങ് വരുള്ളൂ. സാധാരണ ഇപ്പോൾ നമ്മളെ നാട്ടിൽ എന്ത് കണ്ടു കഴിഞ്ഞാലും, പ്രത്യേകിച്ച് ഈ പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നേരെ തന്നെ നമ്മുടെ മിത്രങ്ങൾ NIA-നൊക്കെ വിളിക്കാറ്. NIA-നെ വിളിക്കും, അല്ലെങ്കിൽ ED-നെ ഡയറക്റ്റ് വിളിക്കും. അതല്ലെങ്കിൽ ഇങ്ങനത്തെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ നമ്മുടെ കേന്ദ്രത്തിൻ്റെ സ്വന്തം പാവകളായിട്ടുള്ള ഏതെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ടീമിനൊക്കെ കൊണ്ടുവരാറ്. ഇവർ ജസ്റ്റ് പോലീസിലോട്ട് കൊടുത്തു എന്നുള്ളത് എന്തോ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താണെങ്കിലും ഭയങ്കര കോമഡി ആയിട്ടുള്ള ന്യൂസ്. അതിൻ്റെ ഇവരെ റെയിൽവേ സ്റ്റേഷൻ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ കുറച്ച് ഭാഗങ്ങളുണ്ട് കേട്ടോ. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവന്മാരുടെ ഒരു സ്റ്റാൻഡേർഡ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഈ അറസ്റ്റ് ചെയ്യാൻ പോയവരെയും ഈ ബജ്രംഗ് ദൾ എന്ന് പറഞ്ഞിട്ടുള്ള മിത്ര പ്രവർത്തകരുടെയും ചാണകങ്ങളുടെയും ഒരു ഐഡിയോളജി മനസ്സിലാക്കാൻ പറ്റും. എന്താണെങ്കിലും രാമനൊരു സ്വൈര്യമില്ല. എന്തിനു പോയി കഴിഞ്ഞാലും, അതിനിപ്പോൾ കക്കൂസ് പോയി കഴിഞ്ഞാലും വേണ്ടില്ല, ജയശ്രീരാം എന്ന് വിളിച്ചിട്ട് അവന്മാർ പോവുക. എന്തിനാണോ എന്തോ. വലിയ മോദി ഭക്തരൊക്കെയാണ്. സ്വന്തം സഹോദരിമാരെ സംരക്ഷിക്കാനുള്ള കഴിവ് അവന്മാർക്കില്ല എന്നുള്ളതാണ് സത്യം. മര്യാദയ്ക്ക് ഭക്ഷണം കൊടുക്കാനോ മര്യാദയ്ക്ക് ഒരു പെണ്ണിനെ എങ്ങനെ കൊണ്ടു നടക്കണം എന്നറിയാത്ത സഹോദരന്മാരൊക്കെയാണ് ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർ എന്നും പറഞ്ഞ് നടക്കുന്നവന്മാർ. അങ്ങനെ പൊറുതി മുട്ടി ചില സ്ഥലങ്ങളിൽ ഒരു തിന്നാനും ഇല്ല, ഉടുക്കാനും ഇല്ല. സത്യം പറഞ്ഞാലുള്ള കക്കൂസ് പോലില്ലാത്ത സ്ഥലങ്ങളാണ് ഈ പറഞ്ഞ സ്ഥലത്ത് ഏറ്റവും കൂടുതലുള്ളത്. പട്ടിനും പരിവട്ടും പ്രാരാബ്ദവും അല്ലാത്ത വേറെ ഒന്നും അവിടുത്തെ ഒരു കൂട്ടം ആൾക്കാർക്കില്ല. എന്നിട്ടും ഈ ഭക്തി തലേ കയറിയിട്ട്, ഈ കള്ള ഭക്തി തലേ കയറിയിട്ട് ഇല്ലാത്ത വർഗീയതയും പറയാൻ നടക്കാൻ ഇവന്മാരെന്നുണ്ടാവും. അതാണ് നമ്മുടെ ഉത്തരേന്ത്യയുടെ പ്രത്യേക ഒരു അവസ്ഥ എന്ന് പറഞ്ഞത്. നമ്മുടെ സൗത്ത് ഇന്ത്യയിലോട്ട് ഇല്ലാത്തതും അത് തന്നെയാണ്. ഈ പറഞ്ഞ നമ്മുടെ താടീജിയുടെ വാലുകളും എല്ലാവരും കൂടെ ഈ പാവപ്പെട്ട കുറേ എണ്ണത്തിന് പട്ടിണിക്കിട്ട് ഇങ്ങനെ ഈ ഇടക്കിടക്ക് ഭക്തി കൊടുത്ത് വർഗീയത കൊടുത്ത് ഈ ഒരു അവസ്ഥയിലോട്ട് ഈ പറഞ്ഞ ആൾക്കാർ എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഇവന്മാരൊക്കെ 4 ഇതും അടിച്ചേ 4 സാധനം കയറ്റിയിട്ട് എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിക്കോളും. ബാക്കി ഇവരെ കൊണ്ട് കഷ്ടപ്പെടുന്ന ആ നാട്ടിലെ സാധാരണ പെണ്ണുങ്ങളായിരിക്കും, ഇവരുടെ ബഹനോംസും അല്ലെങ്കിൽ ഈ പറഞ്ഞ സഹോദരിമാരും ഭാര്യമാരും മക്കളൊക്കെ പെൺമക്കളൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത്. ഇങ്ങനത്തെ സ്ഥലത്താണ് ഈ ക്രിസ്ത്യൻ മിഷനറീസ് ഏറ്റവും കൂടുതൽ പോയിട്ട് സ്കൂളുകളായിട്ടും മറ്റ് സഹായങ്ങളായിട്ടും ഒക്കെ ചെയ്യുക. അവിടെ പോയിട്ട് ഇവരുടെ നല്ല പ്രവൃത്തി കണ്ട് കുറേ ആൾക്കാർ ഇവരെ ഫോളോ ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ സഹായങ്ങൾ കൈപ്പറ്റി, അല്ലെങ്കിൽ ഇവർ കൊടുക്കുന്ന എഡ്യൂക്കേഷൻ. നമുക്ക് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ മിഷനറീസാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് എന്നുള്ളത്. അങ്ങനെ ചെയ്ത് ഇവരോട് ഒരു അനുഭാവം കാണിച്ച്, അല്ലെങ്കിൽ ഇവരോട് ഒരു സപ്പോർട്ട് കാണിച്ചു കഴിഞ്ഞാൽ അപ്പം എവിടുന്നോ ഇല്ലാത്ത നമ്മുടെ ഈ പറഞ്ഞ സംഘിക്കുട്ടന്മാരുടെ ആവേശവും അവരുടെ എന്താ പറയുക എല്ലാം കൂടെ അങ്ങ് പൊട്ടിമുളച്ചും കൊണ്ട് വരും. എന്നിട്ട് ഇതുപോലെ വന്നിട്ട് ഈ പാവപ്പെട്ട ക്രിസ്ത്യൻ എന്താ പറയുക ഈ കന്യാസ്ത്രീകളെ പോലീസിൽ ഏൽപ്പിക്കാനും, അല്ലെങ്കിൽ പാസ്റ്റർമാരെ അടിക്കാനും പിടിക്കാനും തൊഴിക്കാനും ഒക്കെ പോകും. ഇങ്ങനത്തെ വാർത്തകൾ ഏറ്റവും കൂടുതൽ നോർത്ത് ഇന്ത്യയിൽ നമ്മളിപ്പം കാണുന്നത്. ഈ വാർത്തകൾ എവിടെ മുങ്ങുന്നത് നിങ്ങൾക്കറിയോ? നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിലോട്ട് വരുമ്പോൾ ഇങ്ങനത്തെ വാർത്തകൾ മുങ്ങുന്ന ഒരു സ്ഥലമുണ്ട്. അതെന്നറിയോ? പ്രത്യേക മതവിഭാഗം അല്ല ഇവിടെ ഇൻവോൾവ് ആവുന്നത്. അതായത് ഇസ്ലാം ഇവിടെ ഇൻവോൾവ് ആവുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ച് മലം കൃമി ചാനലുകളിലൊക്കെ
ഇത് മാത്രമായിരുന്നേനെ ഇന്നത്തെ ചർച്ച. ആ കൂട്ടത്തിൽ ചർച്ച ചെയ്യാൻ നമ്മുടെ നാട്ടിലെ സകല എച്ചിൽ വാണങ്ങളും പോയിരുന്നേനെ. അതെ, ഈ പറഞ്ഞ എച്ചിലുകളും ഈ പറഞ്ഞ കൃമികളും ഈ പറഞ്ഞ മലങ്ങളും എല്ലാം കൂടെ കൂടിയിരുന്ന് കൂട്ട പ്രാർത്ഥന അല്ലെങ്കിൽ കൂട്ട ലൈവുകളും കൂട്ട വീഡിയോകളും കൂട്ട ഡിബേറ്റുകളും പിന്നെ ആ കൂട്ടത്തിൽ കുറേ വാലാത്തന്മാരും കൂടെ കൂടിയിരുന്നിട്ടായിരുന്നു ഇമാതിരി വീഡിയോ ഒക്കെ വരിക. എന്തോ ഭാഗ്യത്തിന് ഈ പ്രത്യേക മതവിഭാഗം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇൻവോൾവ് അല്ലാത്തതുകൊണ്ട് ജസ്റ്റ് എസ്കേപ്പ് ആയി പോയിട്ടുണ്ട്. ഇനി പ്രത്യേക മതവിഭാഗം ആണ് ഇത് ചെയ്തിരുന്നെങ്കിൽ ഇപ്പം വല്ല ലവ് ജിഹാദിൻ്റെ പേരിലോ അല്ലെങ്കിൽ ലവ് ഹ്യൂമൻ ട്രാഫിക് ജിഹാദ് എന്ന പേരിലോ എന്തെങ്കിലുമൊക്കെ കൊനിഷ്ട് പേരിട്ട് ഇവന്മാർ ഇപ്പം തന്നെ ചാടി പുറത്തോട്ട് വീണേനെ. ഇവന്മാരുടെ വീഡിയോ കാണാൻ ഭയങ്കര രസം. എന്തായാലും റെയിൽവേ സ്റ്റേഷനിലാണ് കാര്യം നടന്നത്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇത് ഹല്ലേലൂയ എന്നാട്ടോ പറയുന്നത്. ഇനി തെറ്റിദ്ധരിക്കേണ്ട, ഹല്ലേലൂയ ഹല്ലേലൂയ എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് എതിർഭാഗമുണ്ട്, അവരും കൂടെ പറയും, അതും കൂടെ കേൾക്കാം. അതെ, ഇപ്പുറത്ത് ജയ ശ്രീരാമനും, ഇപ്പുറത്ത് ഹല്ലേലൂയയും, ഇപ്പുറത്ത് ജയ ശ്രീരാമനും. എന്താണെങ്കിലും ജീസസ് ക്രൈസ്റ്റിനും നമ്മുടെ ശ്രീരാമനും ഉറക്കല്ല ഇന്ന് ഛത്തീസ്ഗഡിൽ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. രണ്ട് ഭാഗത്തുനിന്നും ഭയങ്കരമായിട്ടുള്ള കൊലവിളി പോലെയാണ് ഈ മുദ്രാവാക്യം വിളിക്കുന്നത്. എന്തായാലും മുദ്രാവാക്യം ശ്രീരാമനും ഹല്ലേലൂയയാണ്. എങ്ങനെയുണ്ട്? ഏതാണ് അള്ളാഹു അക്ബറും ജയ ശ്രീരാമനും അല്ലാഞ്ഞത് ഭാഗ്യം. എങ്ങാനും അള്ളാഹു അക്ബർ ആണെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ടി വികൾക്കൊക്കെ, മലൻ ടി വിക്കൊക്കെ ഒന്ന് പൊട്ടിച്ച് എന്താ പറയുക, നമ്മുടെ മലൻ നമ്പ്യാരൊക്കെ കുത്തിരുന്ന് തൂറി മെഴുകിയാണ് ഡിബേറ്റ് വെച്ചിട്ട്. കൂട്ടത്തിൽ നമ്മുടെ ആർപിക്കും എല്ലാവരും കൂടെ വമ്പൻ സെറ്റപ്പിൽ വന്നിട്ട് എന്തൊക്കെ ഡിസ്കഷൻസ് വരുമായിരുന്നു പറയും. ആറാം നൂറ്റാണ്ടിലെ മതത്തിന് തീർത്തന്നെ വകവരുത്തിയത്. ഇപ്പോൾ ഈ സമയം കൊണ്ട് ചിലപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വരെ കിക്ക് ഔട്ട് ചെയ്ത് പുറത്താക്കിയത് നമ്മുടെ 6-ാം നൂറ്റാണ്ടുകാരെ. എന്തോ ഭാഗ്യത്തിന് ഈ കൂട്ടത്തിലേക്ക് അള്ളാഹു അക്ബർ പടച്ചോൻ വന്നില്ല. ജസ്റ്റ് നമ്മുടെ ജീസസും നമ്മുടെ രാമനും കൂടെ അങ്ങോട്ട് എന്താ പറയുക ബ്ലണ്ട് ആയിട്ടുണ്ട്. ഇനി അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അങ്ങ് മേലെ ഇരുന്നെന്നുള്ളതും കൂടെ ചിന്തിക്കേണ്ട കാര്യം അല്ലേ? എന്തൊരവസ്ഥയിൽ നിങ്ങൾ നോക്ക്. ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് ഇവരിത് ചെയ്യാനുള്ള കാരണം, ഇവർ എന്തുകൊണ്ട് ഇവർ ഈ പറഞ്ഞ ക്രിസ്ത്യാനിറ്റി മിഷനറി പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്ത് എന്തുകൊണ്ട് എന്നുള്ളത് അവിടെ തന്നെയുള്ള ആൾക്കാർ പറയുന്നുണ്ട്. ഈ കഷ്ടത അനുഭവിച്ചിട്ട്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ കഷ്ടത അനുഭവിച്ചിട്ടുള്ള അവിടുത്തെ ആളുകൾ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അന്ന് കേട്ട് നോക്ക്. हमारे खिलाफ बातें करना धर्मांतरण की, ये तो लगता है कि बड़ा षड्यंत्र है हमारे समाज को इस पर धर्मांतरण का नाम देकर बदनाम किया जा रहा है. इसके विरोध में हम मसीह समाज के लोग भी अब खड़ा होना चाहते हैं. मुख्यमंत्री, गृह मंत्री जी, दुर्भाग्य है आप लोग हिंदू विचारधाराओं से ही सरकार बनी है और धर्मांतरण को लेकर यहाँ पर जल्द ही कानून लागू करना चाहिए, तब जाके ये रुक सकते हैं. लगातार बजरंग दल के लोग धर्मांतरण का आरोप लगाते हैं, इस पर क्या कहेंगे? आप बताइए कहाँ धर्मांतरण हो रहा है? धर्मांतरण സംഖ്യകളെ, നിങ്ങൾ ഈ ഹിന്ദു ധർമ്മം സനാതന ധർമ്മം ഒന്നും പറഞ്ഞു നടന്നാൽ പോരാ. അത് ജീവിതത്തിലും ബാക്കിയുള്ള ആൾക്കാരെടുത്തും അത് പ്രയോഗിക്കാനും കൂടെ പഠിക്കണം. അത് എന്താണോ അതിൻ്റെ സത്യാവസ്ഥ, അതിലെ നല്ല വശങ്ങൾ എന്താണെന്നൊന്നും അന്നും അറിയാണ്ട് ഈ നാട്ടിൽ വന്നിട്ട് ബീഫിൻ്റെ പേരിലും അല്ലെങ്കിൽ അന്യമത അല്ലെങ്കിൽ പ്രത്യേക മതവിഭാഗത്തിന് തല്ലി ഒടിക്കാനും ബീഫ് കഴിച്ചതിന് അവന്മാരെ പൂശാൻ നിൽക്കുക. അതല്ലെങ്കിൽ ഈ കണ്ട പള്ളികളൊക്കെ പൊളിച്ച് അമ്പലങ്ങൾ പണിയണമെന്ന് പറയും. ഇതൊന്നും അല്ല ഈ സനാതന ധർമ്മം ഹിന്ദുധർമ്മം എന്ന് പറഞ്ഞത്. നിങ്ങളെ കൊണ്ട് പൊറുതി മുട്ടിട്ട് ഒരു ലെവലിലും ആ സ്ഥലത്തും ജീവിക്കാൻ പറ്റാണ്ട് അവിടെയുള്ള ആരെങ്കിലുമൊക്കെ ഈ മതം ശരിക്കും അങ്ങോട്ട് മാറിയണമെങ്കിൽ തന്നെ അത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട്, അല്ലെ അവർക്ക് സഹയുടെ തിന്നാൻ കൊടുത്തു കഴിഞ്ഞാൽ, ഈ 3 നേരം പട്ടിണി കിടക്കുന്ന ആൾക്കാർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്ദി കാണിക്കും. അത് ചിലപ്പം ഈ പറഞ്ഞ മതത്തിൽ ഈ പറഞ്ഞ മിഷനറീസിൻ്റെ ആൾക്കാരാണ് അവിടെ വന്ന് ഭക്ഷണം കൊടുക്കുന്നതെങ്കിൽ അവരാ നന്ദി കാണിക്കുകയും ചെയ്യും. അവർക്ക് തോന്നും ഏത് മതത്തിൽ നിൽക്കണം എന്നുള്ളത്. പണ്ട് നമ്മുടെ നാട്ടിൽ ഈ നമുക്കെല്ലാവർക്കും അറിയാം പണ്ടത്തെ അവസ്ഥ, അതായത് ഒരു 10, 50, 60, 70 അത് സ്വാതന്ത്ര്യത്തിൻ്റെ മുമ്പ്, കുറച്ച് മുമ്പായിട്ട് നമ്മുടെ നാട്ടിൽ ഈ പട്ടിണിയുമാണ് നമ്മുടെ നാട്ടിലെ ഈ ആൾക്കാരുടെ ഈ സവർണരും അവർണരും മറ്റ് ശൂദ്രരും ഇങ്ങനെ ജീവിച്ച് കഷ്ടപ്പെട്ട് അടിമകളെ പോലെ ജീവിച്ചിട്ട് തൊട്ട് തീണ്ടായ്മയിൽ വരെ ജീവിച്ച ആൾക്കാർ അന്ന് എന്തുകൊണ്ടാണ് മതം മാറിയത്? എന്തുകൊണ്ട് കുറേ പേര് ഇസ്ലാമിലോട്ടും കുറേ പേര് ക്രിസ്ത്യാനിറ്റിലോട്ടും പോയി? അവിടെ എങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ എങ്ങനത്തെ തൊട്ട് തീണ്ടായ്മയും അല്ലെ ബ്രാഹ്മണന് അങ്ങ് കൊലച്ച് നടക്കണം എന്നുള്ളതും ബാക്കിയുള്ളവർ മുല കാണിച്ച് നടക്കണം എന്നുള്ള പ്രശ്നങ്ങളൊന്നും അന്ന് ഈ സ്ഥാനത്ത് ഈ പറഞ്ഞ മതങ്ങളിൽ ഇല്ലാത്തത് കൊണ്ടും അറ്റ്ലീസ്റ്റ് പെണ്ണുങ്ങൾക്ക് ബ്ലൗസ് ഇട്ട് നടക്കാൻ പറ്റുന്നുള്ളത് കൊണ്ടും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുള്ളത് കൊണ്ടാണ് അന്ന് കുറേ പേര് മതം മാറിയത്. ഇന്ന് അതേ അവസ്ഥയിലാണ് നിങ്ങളുടെ ഈ നോർത്ത് ഇന്ത്യ, നീയൊക്കെ പറഞ്ഞ് ഈ ബജ്രംഗദൾ എന്നും പറഞ്ഞ് നീയൊക്കെ ധർമ്മം പറഞ്ഞ് നടക്കുന്ന സ്ഥലത്ത് ഈ പറഞ്ഞ താഴ്ന്ന ജാതിക്കാരുണ്ടല്ലോ, ദളിതർ, ഇപ്പോഴും കഷ്ടപ്പെട്ട് ഒരു അമ്പലത്തിൽ പോലും കയറാൻ പറ്റാണ്ട് ജാതിക്കാരെ മാറ്റി നിർത്തി ഒരു കിണറിന്ന് മര്യാദയ്ക്ക് വെള്ളം എടുത്ത്
കുടിക്കാൻ പറ്റാണ്ട് അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ഭക്ഷണവും വിദ്യാഭ്യാസവും അല്ലെങ്കിൽ നല്ലൊരു ഒരു ലൈഫ് സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ അവരൊക്കെ മതം മാറും. അതിന് നീയൊക്കെ കിടന്നിട്ട് സനാതന ധർമ്മം പൊക്കിപ്പിടിച്ച് നടന്നുകൊണ്ട് കാര്യമില്ല. അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ പഠിക്കണം. നിന്നൊക്കെ കൊണ്ട് ഇങ്ങനെ കുഞ്ഞിരാമന്മാരെ പോലെ കുരങ്ങന്മാരെ പോലെ ചാടി കളിപ്പിക്കുന്ന നമ്മുടെ അങ്ങോട്ട് മേലത്തെ സർക്കാരുണ്ട്. അവന്മാർ നിങ്ങളെ കൊണ്ടൊക്കെ ആട്ടി കളിപ്പിക്കുന്ന ആട്ടം എന്താണെന്നുള്ളത് മനസ്സിലായി നിനക്കൊക്കെ കുറച്ചെങ്കിലും വിവരം വെക്കും. ഏതാണെങ്കിലും ഇപ്രാവശ്യം അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുറച്ച് സമയങ്ങളായിട്ട് ക്രിസംഖികളെ നിങ്ങളൊക്കെ അറിയാൻ വേണ്ടി പറയാണ്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കുക. നിങ്ങളെ ഈ മുസ്ലിം വിഭാഗത്തിനെ പറയുമ്പോൾ നിങ്ങൾ ഈ കാസാകൂസകളെ എല്ലാവരും കൂടെ ഈ പറഞ്ഞ ഈ മിത്രങ്ങളുടെ മൂടും താങ്ങി ആസനം താങ്ങി നടക്കുമ്പോൾ അവസാനം നിന്റെ ആസനത്തിലിട്ട് കുത്ത് കിട്ടും. അത് ഇവന്മാർ തന്നെ നിൻ്റെയൊക്കെ ആസനത്തിലെ പതിച്ചങ്ങോട്ട് തരും. നല്ല ഇഷ്ടം പോലെ നല്ല കിടിലം കുത്തുകൾ. അന്നൊക്കെ നീയൊക്കെ പഠിക്കുകയുള്ളൂ എന്താണ് നാട്ടിൽ നടക്കുന്നത്, നാട് എങ്ങോട്ടാണ് പോണത് എന്നുള്ളത്. അതുകൊണ്ട് ഇനിയെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക. ആദ്യം നീയൊക്കെ നീ നിൽക്കുന്ന മണ്ണ് ഒലിച്ചു പോവാണ്ട് അതിന് നല്ല ഉറപ്പിക്കാൻ നോക്കുക. എന്നിട്ടാക്കാം ബാക്കിയുള്ള ഈ മുസ്ലിം മതത്തിനെ കുത്താൻ ഇങ്ങനത്തെ കാസാകൂസകളായിട്ടും അല്ലാത്ത ക്രിസംഗി വാണങ്ങളായിട്ടും ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ടൊന്ന് കുത്തുന്നത്. ആദ്യം സ്വന്തം നിലനിൽപ്പിനെ അറ്റ്ലീസ്റ്റ് അതിനൊന്ന് ഒരു ഉറപ്പുണ്ടാക്കുക. എന്നിട്ട് ബാക്കിയുള്ള തീർക്കാൻ. ഏതായാലും 2 സിസ്റ്റേഴ്സിനെയാണ് പൊക്കി പിടിച്ചവിടെ വെച്ചിട്ടുള്ളത്. പറ്റെങ്കിൽ അതിനൊക്കെ കൊണ്ട് ഇറക്കി കൊണ്ടുവരും. എന്നിട്ട് കാണിക്കുക.